നമസ്തേ. ഹലോ മൈ ബ്യൂട്ടിഫുൾ സോൾസ്. ഹാപ്പി ദിവാലി ഇൻ അഡ്വാൻസ്. തിന്മയുടെ മേലുള്ള നന്മയുടെ വിജയം, പ്രകാശം ഇരുളിനെ ജയിക്കുന്നതിൻ്റെ പ്രതീകം ദീപാവലി. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും, എൻ്റെ പ്രിയ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ, മനസ്സ് നിറഞ്ഞ, പ്രാർത്ഥനകൾ നിറഞ്ഞ ദീപാവലി ആശംസകൾ. ദീപാവലി ലക്ഷ്മി ദേവിയുടെ ദിവസമാണ്. നമ്മളെക്കൊണ്ട് കഴിയുന്നത് പോലെ വീടുകളൊക്കെ വൃത്തിയാക്കി എണ്ണ വിളക്കുകൾ തെളിയിച്ച് മനസ്സ് നിറഞ്ഞ പ്രാർത്ഥനയോടുകൂടി ലക്ഷ്മി ദേവിയെ വരവേൽക്കുന്നത് നമ്മുടെ കരിയർ, അതുപോലെ തന്നെ റിലേഷൻഷിപ്പ്, കുടുംബ ബന്ധങ്ങൾ എല്ലാം ഭദ്രമായിരിക്കാനും ഐശ്വര്യം കൊണ്ടുവരാനും എല്ലാം സഹായിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് ദീപാവലി സ്പെഷ്യൽ മെസ്സേജസ് ആണ്. നിങ്ങളുടെ കരിയർ, റിലേഷൻഷിപ്പ് എല്ലാം തന്നെ ഈ ഒരു റീഡിങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊരു സൈക്കിക് റീഡിംഗ് ആണ്. ഒരുപാട് പേരുടെ എനർജി സാന്നിധ്യം വരുന്ന ഒരു റീഡിംഗ് കൂടിയാണത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് പൊരുത്തപ്പെടുന്ന സന്ദേശം മാത്രം നിങ്ങൾ സ്വീകരിക്കുക. നിങ്ങൾക്ക് റെസൊണേറ്റ് ആകുന്നുണ്ടെങ്കിൽ നെഗറ്റീവായ ഒരു കാര്യങ്ങളെയും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടാരറ്റ് റീഡിംഗ് എന്ന് പറയുന്നത് ഒരു സത്യമാണ്. അതിൽ വിശ്വസിക്കുന്നവർക്ക് പ്രപഞ്ചശക്തി അതിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുത്തിരിക്കും. നിങ്ങൾക്ക് ഈ റീഡിംഗ് റെസൊണേറ്റ് ചെയ്യുന്നു എങ്കിൽ, എൻ്റെ റീഡിംഗ് ഇഷ്ടമാകുന്നു എങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും എനിക്ക് കൂടുതൽ വീഡിയോസ് ഇടാനുള്ള പ്രചോദനമാണ്. നിങ്ങൾക്ക് ഏത് മേഖലയിലാണ് റീഡിംഗ് ആവശ്യമെന്ന് താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നെക്സ്റ്റ് റീഡിംഗ് നമുക്ക് ഇടാവുന്നതാണ്. നിങ്ങൾക്ക് ജീവിതത്തിലുണ്ടാകുന്ന ആശയക്കുഴപ്പങ്ങൾ, കരിയർ, റിലേഷൻഷിപ്പ് ഏത് മേഖലയായിക്കോട്ടെ, നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് ആവശ്യമുണ്ടെങ്കിൽ ഒരു ടാരറ്റ് റീഡറിനെ സമീപിച്ച്, അത് ഞാനായാലും ആരായാലും ഒരു ടാരറ്റ് റീഡറിനെ സമീപിച്ച് ആ ഒരു പേഴ്സണൽ റീഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എനർജി വൈബ്രേഷൻ അതുമായിട്ട് റെസൊണേറ്റ് ആവുകയും നിങ്ങൾക്കൊരു കറക്റ്റ് സൊല്യൂഷൻ പറഞ്ഞു തരാൻ അവർക്ക് സാധിക്കുകയും ചെയ്യും. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർ ദയവായി മെസ്സേജ് ചെയ്യുക. നമ്പർ ഞാൻ വീഡിയോയ്ക്കൊപ്പം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നോക്കുന്നത് നിങ്ങളുടെ കരിയറാണ്. നെക്സ്റ്റ് റിലേഷൻഷിപ്പ്. നമുക്കൊരു 4 കാർഡ് എടുക്കാം. അത് കരിയറിന് വേണ്ടിയിട്ട്, നെക്സ്റ്റ് 4 കാർഡ് റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്. ഒപ്പം കരിയറിനും റിലേഷൻഷിപ്പിനും സെപ്പറേറ്റ് ഔട്ട്കം കാർഡും കൂടി എടുക്കാം. അപ്പോൾ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് റീഡിങ്ങിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. പോസിറ്റീവായിട്ടിരിക്കുക. ദീപാവലി ദിനത്തിൽ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് എന്ത് സന്ദേശമാണ് തരാൻ പോകുന്നത്? കരിയർ റീഡിങ്ങിൽ വന്നിരിക്കുന്ന കാർഡുകൾ 6 ഓഫ് പെൻറ്റക്കിൾസ്, ദ സൺ, ദ ഹാങ്ഡ് മാൻ, 9 ഓഫ് കപ്സ്, ഔട്ട്കം കാർഡായിട്ട് നൈറ്റ് ഓഫ് കപ്സ്. 6 ഓഫ് പെൻറ്റക്കിൾസ് കാർഡ് പറയുന്നത് നിങ്ങൾ സ്വയം വളരുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് സഹായം ചെയ്യുകയും ചെയ്യുന്നു. രണ്ടും ഒരേ സമയം നടക്കുന്നു. നിങ്ങൾ മനസ്സറിഞ്ഞ് യൂണിവേഴ്സിലേക്ക് കൊടുത്തതെല്ലാം തന്നെ യൂണിവേഴ്സ് ഒരു സമ്മാനമായി നിങ്ങളിലേക്ക് തിരിച്ചു തരുന്നു. നെക്സ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് ദ സൺ ആണ്. സൺ വന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു കഠിനാധ്വാനത്തിൻ്റെ ഫലങ്ങൾ വെളിച്ചം പോലെ പ്രത്യക്ഷമാകുന്ന സമയമാകുന്നു. റെക്കഗ്നീഷൻ, ഫെയിം, അപ്രീസിയേഷൻ ഇവയെല്ലാം ഈ ഒരു മാസം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇത് ദീപാവലി ദിനം പോലെ തന്നെ ജീവിതത്തിലേക്ക് ഒരു പുതു വെളിച്ചം വരാനുള്ള സൂചനയാണ്. നെക്സ്റ്റ് കാർഡ് ദ ഹാങ്ഡ് മാൻ ആണ്. ചെറിയൊരു ആശയക്കുഴപ്പത്തിലാണെന്ന് കാണുന്നു. തീരുമാനങ്ങൾ എടുക്കാൻ അല്പം സമയം വേണം നിങ്ങൾക്ക്. നിങ്ങൾ കരുതിയ പോലെ കാര്യങ്ങൾ നടക്കാത്തത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം നിങ്ങൾ തെറ്റായ വഴിയിലാണ് എന്ന്. പക്ഷേ അങ്ങനല്ല, നിങ്ങൾ ശരിയായ വഴിയിൽ തന്നെയാണ്. നിങ്ങളുടെ ഈ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതിൽ നിന്നും യൂണിവേഴ്സ് നിങ്ങളെ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ ആ ഒരു ജീവിതത്തെ ഒന്ന് മാറി നിന്നുകൊണ്ട് വേറൊരു വീക്ഷണ കോണിൽ കൂടി കാണാൻ വേണ്ടി ശ്രമിക്കുക എന്നതാണ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് 9 ഓഫ് കപ്സ് ആണ്. ഒരു വിഷ് കാർഡാണ് 9 ഓഫ് കപ്സ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്ന സമയം. കരിയറിൽ നിങ്ങൾക്കൊരു പ്രൊമോഷൻ, കൊളാബറേഷൻ അല്ലെങ്കിൽ പുതിയൊരു പ്രോജക്റ്റ് കിട്ടുക, നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടൊരു അഭിവൃദ്ധി ഉണ്ടാകുക, ഇതൊക്കെയാണ് ഈ ഒരു 9 ഓഫ് കപ്സ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് നൈറ്റ് ഓഫ് കപ്സ് ആണ് ഔട്ട്കമായിട്ട് വന്നിരിക്കുന്നത്. ഇത് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖലയിൽ നിന്നും പുതിയൊരു അവസരം വരുന്നു. നിങ്ങളുടെ ഒരു പാഷൻ അനുസരിച്ചുള്ള ഒരു മേഖലയിൽ നിന്നും നിങ്ങളുടെ ഒരു ഹാർട്ട് എനർജിയോട് പൊരുത്തപ്പെടുന്ന ജോലി അല്ലെങ്കിൽ ഒരു ഓഫർ. നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഇൻറ്റ്യൂഷനെ വിശ്വസിക്കുക. ഉൾക്കണ്ണുകൊണ്ട് കാണാൻ ശ്രമിക്കുക അവസരങ്ങൾ. ഇറ്റ്സ് ഗൈഡിങ് യു ടുവേർഡ്സ് യുവർ ട്രൂ കോളിംഗ്. മൊത്തത്തിൽ കരിയറിൻ്റെ കാര്യം പറയാനാണെങ്കിൽ നിങ്ങൾക്ക് കരിയർ വഴിയിൽ നിങ്ങളുടെ
ജോലിയുടെ ആ ഒരു വഴിയിൽ ക്ലാരിറ്റിയും അബണ്ടൻസും വരുന്നു എന്നതാണ് ഈ കാർഡുകൾ സൂചിപ്പിക്കുന്നത്. നിങ്ങൾ നൽകിയ എല്ലാ എനർജിയും ഇപ്പോൾ യൂണിവേഴ്സ് മടക്കി നിങ്ങളിലേക്ക് തരികയാണ്. നിങ്ങൾ എന്തൊക്കെ എഫർട്ട് ഇട്ടിട്ടുണ്ടോ കരിയർ മേഖലയിൽ, അതിനെല്ലാം ഒരു ഔട്ട്കം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. താങ്ക് ഗോഡ്. നെക്സ്റ്റ് നമുക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ റീഡിംഗ് നോക്കാം. കാർഡുകൾ വന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്സ്, കിങ് ഓഫ് സോർഡ്സ്, പേജ് ഓഫ് സോർഡ്സ്, 7 ഓഫ് പെൻറ്റക്കിൾസ്. ഔട്ട്കം കാർഡായിട്ട് 2 ഓഫ് സോർഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്സ് ആണ്. കിങ് ഓഫ് കപ്സ് പറയുന്നത് നിങ്ങൾ ഇമോഷണലി വളരെ മെച്യൂർഡായിട്ടുള്ള ആളുകളാണെന്നും മറ്റുള്ളവരെ വളരെ ജെന്യുവനായി തന്നെ കെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നുമാണ്. നെക്സ്റ്റ് വന്നിരിക്കുന്ന കാർഡ് കിങ് ഓഫ് സോർഡ്സ് ആണ്. നിങ്ങളുടെ പാർട്ണർ എന്ന് പറയുന്ന ആ വ്യക്തി വളരെ ഒരു ലോജിക്കൽ ഹാർട്ടുള്ള ഒരാളാണ്. ഫീലിങ്സ് ഉണ്ട് എങ്കിൽ തന്നെയും അവരത് ഓപ്പണായിട്ട് കാണിക്കാൻ ആഗ്രഹിക്കാത്ത ആളുകളാണ്. ചിലപ്പോഴൊക്കെ ഒരു പരുക്കൻ ക്യാരക്ടർ കാണിക്കുന്നയാൾ. അവരുടെ ഈ ഒരു ക്യാരക്ടർ ചില സമയത്തൊരു കോൺഫ്ലിക്റ്റിലേക്കും ചെറിയ വഴക്കുകളിലേക്കും ഒക്കെ കൊണ്ടെത്തിക്കുന്നു. നെക്സ്റ്റ് കാർഡ് പേജ് ഓഫ് സോർഡ്സ് ആണ്. ഒരു കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസിനെയാണ് പേജ് ഓഫ് സോർഡ്സ് കാണിക്കുന്നത്. ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, തെറ്റിദ്ധാരണ ഉണ്ടാവാനുള്ള ഒരു ചാൻസ്. മിണ്ടുന്നുണ്ടെങ്കിലും ഒരു പിണക്കത്തിൻ്റെ ഒരവസ്ഥ, ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്കിടയിൽ വരുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും സോഷ്യൽ മീഡിയയൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരു സംസാരത്തിൻ്റെ ഒരു അഭാവം. രണ്ടുപേരും തമ്മിലൊരു പിണക്കത്തിൻ്റെ അവസ്ഥയിലാണ് എങ്കിൽ ശരി ആരുടെ ഭാഗത്താണെന്ന് ചിന്തിക്കുക. നിങ്ങളുടെ ആണ് എങ്കിൽ നിങ്ങൾ ആ ശരിയിൽ ഉറച്ചു വിശ്വസിക്കുക. അതാണ് ദീപാവലി ദിനത്തിൻ്റെ സന്ദേശം തന്നെ, ട്രൂത്തിൽ വിശ്വസിക്കുക. നെക്സ്റ്റ് 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഈ ഒരു ബന്ധം മുന്നോട്ട് പോകാൻ കുറച്ച് സമയം ആവശ്യമാണ്. ആദ്യകാലത്തൊക്കെ വളരെ സന്തോഷത്തോടുകൂടി നല്ല കമ്മ്യൂണിക്കേഷനോടുകൂടി മുമ്പോട്ട് പോയിരുന്ന ഒരു ബന്ധം ഈ ഒരു സമയമായപ്പോഴത്തേക്കിന് ഒരു സ്ലോ ഗ്രോത്ത്, ഒരു സ്ലോ മൂവ്മെൻറ്റ്, പേഷ്യൻസ് ആണ് ഇവിടെയും അത്യാവശ്യം. റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം നോക്കുമ്പോൾ വന്നിരിക്കുന്നത് 2 ഓഫ് സോർഡ്സ് ആണ്. രണ്ടുപേരും ഡിസിഷൻ എടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറി നിൽക്കുന്ന അവസ്ഥ. രണ്ടുപേർക്കും ഇടയിലുള്ള ആ ഒരു ചെറിയൊരു ഈഗോ, അവിടെ നിന്ന് ഇങ്ങോട്ട് വരട്ടെ എന്നിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകാം. രണ്ടുപേരും ചിന്തിക്കുന്നത് ഒന്ന് തന്നെ, അതുകൊണ്ട് തന്നെ ഒരു സ്റ്റക്ക് അവസ്ഥ. യൂണിവേഴ്സായിട്ട് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കൊണ്ടു തരുന്നുണ്ട്, പക്ഷേ അതിന് കുറച്ച് ടൈം എടുക്കും. നിങ്ങളുടെ ഒരു ഇന്നറായിട്ടുള്ള ഒരു റിഫ്ലക്ഷൻ കഴിഞ്ഞിട്ടാണ് ആ ഒരു ക്ലാരിറ്റി വരിക. നിങ്ങൾ വിഷമിക്കേണ്ട, ഈ ഒരു ബന്ധത്തിനൊരു പൊട്ടൻഷ്യൽ ഉണ്ട്, പക്ഷേ ഒരു ഹോണസ്റ്റായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ്റെ കുറവാണ് ഈ ഒരു ബന്ധത്തിൻ്റെ ഒരു ഇടയ്ക്ക് വില്ലനായിട്ട് നിൽക്കുന്നത്. നിങ്ങൾ തമ്മിലൊന്ന് തുറന്ന് സംസാരിച്ചാൽ കാര്യങ്ങൾ ട്രാക്കിലാകും, ഓക്കെ ആകും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു സമ്മറി നോക്കാനാണ് എങ്കിൽ ഈ ഒരു ദീപാവലി ദിനത്തിൻ്റെ വെളിച്ചം പോലെ തന്നെ ഈ ബന്ധത്തിലും ഒരു വെളിച്ചം വരാൻ പോകുന്നു. പക്ഷേ അതിനായി രണ്ടുപേരും മനസ്സ് തുറക്കണം. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവരണം. ആര് ഇനിഷ്യേറ്റീവ് എടുക്കും എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. രണ്ടുപേരും ഒരുപോലെ ആ ആളെടുക്കട്ടെ, ആ ആൾ ഇങ്ങോട്ട് വരട്ടെ, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് എനിക്ക് കാർഡിനകത്ത് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ റീഡിംഗ്. ദീപാവലി ദിനത്തിൽ നിങ്ങൾക്കുള്ള ഡിവൈൻ ഗൈഡൻസ് ആണ് ഈ കാർഡുകൾ. ഈ ഒരു റീഡിങ്ങിലൂടെ നിങ്ങളുടെ മനസ്സിൽ ഒരു ദീപം തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഒരു പുണ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. കരിയറിലും റിലേഷൻഷിപ്പിലും നിങ്ങളെ പുതിയ തുടക്കം കാത്തിരിക്കുന്നു. നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടമായി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. യൂണിവേഴ്സിന് നന്ദി പറയുക. എൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതിനായി നിങ്ങളുടെ പേരും നാളറിയാമെങ്കിൽ അതും, അല്ലെങ്കിൽ ജനിച്ച മാസം അതും കൂടി ചേർത്ത് കമൻറ്റ് ചെയ്യുക. ദിവസേനയുള്ള എൻ്റെ പ്രത്യേക പ്രാർത്ഥനകളിൽ നിങ്ങളെ എല്ലാം തന്നെ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതം സ്നേഹത്തിലും സമൃദ്ധിയിലും നിറഞ്ഞിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഹാപ്പി ദിവാലി ഫ്രം 1111 ഡിവൈൻ ജസ്റ്റിസ് ടാരോട്ട്.